പുനഃസംഘടനയെ ചുറ്റിപ്പറ്റി സംസ്ഥാന കോൺഗ്രസിൽ രൂപപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ അവസാനിപ്പിക്കാനും പാർട്ടി നേതാക്കളെ ഒരുമിപ്പിക്കാനും ഹൈക്കമാൻഡ് ഇടപെട്ടു. കെ മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, കെ സുധാകരൻ, വി.ഡി. സതീശൻ എന്നിവരുമായി സംസ്ഥാന നേതൃത്വം കൂടിക്കാഴ്ച നടത്തി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നാണ് വന്നത്. ഈ പശ്ചാത്തലത്തിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഉടൻ സംസ്ഥാനത്തെത്തും. 22-ന് കോഴിക്കോട് കെ മുരളീധരനുമായി നേരിട്ടുള്ള ചർച്ച നടത്താനാണ് തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലെ ആഭ്യന്തര കലഹം കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ദേശീയ നേതൃത്വം. തിരഞ്ഞെടുപ്പിന് വെറും 1 മാസം മാത്രം ശേഷിക്കെ സംഘാടന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി പ്രവർത്തകരെ സജ്ജമാക്കുക എന്നത് കെ.പി.സി.സിയുടെ പുതിയ ഭാരവാഹികൾക്ക് മുൻപിലുള്ള പ്രധാന ചുമതലയാണ്. ബൂത്ത് തലത്തിൽ പ്രവർത്തകരെ പ്രാപ്തരാക്കുകയും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്യാനാണ് ഈ നീക്കം. കേരളത്തിലെ മിക്ക കോർപ്പറേഷനുകളിലും ഇപ്പോൾ LDF ഭരിക്കുന്നു. കണ്ണൂർ ഒഴികെ മറ്റെല്ലാ കോർപ്പറേഷനുകളിലും അവർക്ക് മേൽക്കൈയുണ്ട്. തൃശൂർ, കൊച്ചി കോർപ്പറേഷനുകൾ വിമത പ്രവർത്തനത്തെ തുടർന്ന് നഷ്ടമായത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി. തൃശൂരിൽ വിമതനായ കോൺഗ്രസ് നേതാവ് പിന്നീട് LDF പിന്തുണയോടെ മേയറായി. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് നേടിക്കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അവരുടെ നേതൃത്വത്തിൽ പ്രസ്താവനകളും ഉണ്ടായി. അതിനെ പ്രതിരോധിക്കാനായിട്ടില്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തിരിച്ചടിയാകും. പാലക്കാട്, പന്തളം എന്നിവിടങ്ങളിൽ നിന്നും BJPയെ നീക്കി ഭരണം തിരിച്ചുപിടിക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ ഇതുവരെ ജില്ലാതലത്തിൽ അതിനാവശ്യമായ ചുവടുകൾ സ്വീകരിക്കാനായിട്ടില്ല. ഡിസ്ട്രിക്ട് കോൺഗ്രസിലും പുനഃസംഘടനയ്ക്ക് സൂചന ലഭിച്ചിരുന്നുവെങ്കിലും അഭിപ്രായ ഭിന്നതകൾ മൂലം നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പുതിയ പദവികൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽ നിരാശയും അതിലൂടെ അടിത്തട്ടിലെ പ്രവർത്തകരിൽ അസന്തോഷവുമാണ് ഉയർന്നത്. യൂത്ത് കോൺഗ്രസ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളും പാർട്ടിയുടെ പ്രവർത്തനോത്സാഹത്തെ ബാധിച്ചു. കേരളത്തിൽ സർക്കാർ വിരുദ്ധ മനോഭാവം ശക്തമാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. എന്നാൽ ഇടതുപക്ഷം അവസാന നിമിഷ നീക്കങ്ങളിലൂടെ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നു. അതിനാൽ ഇത്തരം നീക്കങ്ങളെ നേരിടാൻ പാർട്ടിയെ ഏകോപിതമായ നിലയിൽ നിർത്തേണ്ടത് അനിവാര്യമാണ്. കെ.പി.സി.സി പുനഃസംഘടനയിൽ ജംബോ കമ്മിറ്റി വേണ്ടെന്ന നിലപാടിലായിരുന്നു എ.ഐ.സി.സി ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രൂപ്പിസം ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി വലിയ കമ്മിറ്റിക്ക് അനുമതി നൽകി ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണവും കൂട്ടി. എല്ലാ ഗ്രൂപ്പുകൾക്കും പ്രതിനിധാനം ഉറപ്പിക്കാനായിരുന്നു ശ്രമം. എങ്കിലും അതിന് പിന്നാലെ മുതിർന്നവരും യുവാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. കെ മുരളീധരന്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാത്തതും പ്രധാന വിമർശനമായി ഉയർന്നു. പാർട്ടിയിൽ അവഗണന നേരിടുന്നുവെന്ന തോന്നലാണ് ചാണ്ടി ഉമ്മനെ പ്രകോപിതനാക്കിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അബിൻ വർക്കിക്ക് ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ചവരെ വിമർശിച്ച മുരളീധരൻ പാർട്ടിയിൽ ഗ്രൂപ്പുകളില്ലെന്നും അധികാരത്തിലെത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ പുനഃസംഘടനയിൽ തന്റെ കൂട്ടാളികൾക്ക് സ്ഥാനം ലഭിക്കാത്തതായതോടെ അദ്ദേഹം തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയായിരുന്നു. വിശ്വാസ സംരക്ഷണ റാലിയിൽ പങ്കെടുക്കില്ലെന്ന മുരളീധരന്റെ നിലപാടും പാർട്ടി നേതൃത്വത്തെ വിഷമത്തിലാക്കി. പിന്നീട് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ടെലിഫോൺ സംഭാഷണം നടത്തി അഭിപ്രായ ഭിന്നതകൾ തീർക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവരുടേതായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെ.സി. വേണുഗോപാൽ നേരിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. കേരളത്തിലെ വിഷയങ്ങളിൽ ഇടപെടുന്നത് സ്വന്തം അനുയായികളെ മുൻനിർത്തിയാണ് എന്ന വിമർശനവും വേണുഗോപാൽ നേരിടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസും കെ.പി.സി.സിയും ഉൾപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകളാണ് നടക്കുക. ഇതോടൊപ്പം അബിൻ വർക്കിയെയും ചാണ്ടി ഉമ്മനെയും പിന്തുണയ്ക്കുമെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയ മുന്നറിയിപ്പ് UDFനും പ്രാധാന്യമുള്ള വിഷയമായി ഉയർന്നിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം വ്യക്തമാണ്: ഏതു വിധേനയും കേരളത്തിൽ അധികാരം പിടിക്കുക. അതിനായി എ.ഐ.സി.സി ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേക മേൽനോട്ടം പാലിക്കും. ആഭ്യന്തര പ്രശ്നങ്ങൾ തീർത്ത് മുഴുവൻ ഊർജ്ജവും തിരഞ്ഞെടുപ്പിലേക്ക് തിരിക്കാനാണ് ആലോചന.